ഹായ് നമസ്കാരം, ഞാൻ ഡോക്ടർ ശരണ്യ, റുസിയ ഫെർട്ടിലിറ്റി സെൻറ്റർ പട്ടാമ്പിയിൽ വർക്ക് ചെയ്യുന്നു. പ്രഗ്നൻസി പ്ലാൻ ചെയ്ത് നാട്ടിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം? ഇതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ. ശരിയാണ്, ഈ അബ്രോഡ് ഉള്ള ആൾക്കാർക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. ഒന്ന്, കപ്പിൾസ് രണ്ടുപേരും അബ്രോഡിലാണ്, അവർക്ക് നാട്ടിലോട്ട് വരുമ്പോൾ എന്തൊക്കെ ചെയ്തിട്ട് വരാം, അല്ലെങ്കിൽ ആ ഡോക്ടറെ കാണുന്നതിന് മുമ്പ് പ്രീനേറ്റൽ ചെക്കപ്പിന് വേണ്ടി വരുമ്പോൾ എന്തൊക്കെ കരുതി വരാമെന്നുള്ളത്. ഇപ്പോൾ അബ്രോഡിലാണ്, ഇപ്പോൾ ദുബായിലായിക്കോട്ടെ, UK യിലായിക്കോട്ടെ, US യിലായിക്കോട്ടെ, ഏത് കൺട്രിയിലായിക്കോട്ടെ, ഇന്ത്യയിലോട്ട് അവർ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഒരു ഫെർട്ടിലിറ്റി പീരീഡിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഫെർട്ടിലിറ്റി ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് ഞങ്ങളിപ്പോൾ പ്രിപ്പയർഡാണ്, ഇനിയൊരു ഡോക്ടറെ കാണണം, നമ്മളൊരു പ്രീനേറ്റൽ കൗൺസിലിംഗ് പോലെ എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പം എന്ന് തോന്നുന്ന കുറച്ച് ബ്ലഡ് പാനൽസ് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, രണ്ടുപേരും അബ്രോഡാണ്, രണ്ടുപേരും ബിസി ഷെഡ്യൂൾഡായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് 3 months കൺസീവ് ആവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ 3 മാസത്തെ, ഫീമെയിൽസിൽ കഴിഞ്ഞ 3 മാസത്തെ പീരീഡ്സ് ഒന്ന് ട്രാക്ക് ചെയ്ത് ഡേറ്റ്സ് ഒന്ന് നോക്കി വെക്കുക. അതിനകത്ത് എന്തെങ്കിലും ഇറഗുലാരിറ്റി നോട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ കഴിഞ്ഞ 3 months ഓക്കെ ആണ് മാഡം, ഒരു 6 months നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 months once ആണ് എനിക്ക് പീരീഡ്സ് ആകുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 90 days once ആണ് എനിക്ക് പീരീഡ്സ് ആകുന്നത്. ആ പീരീഡ്സിൻ്റെ ഫ്ലോയും കൂടി ഒന്ന് നോക്കി വയ്ക്കുക. ഇപ്പോൾ മിക്ക കുട്ടികളും വളരെ ബ്രില്യൻ്റ് ആണ്, ഇൻ്റലിജൻ്റ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ തന്നെ പീരിയഡ് ട്രാക്കിംഗ് കലണ്ടേഴ്സൊക്കെ ഉള്ളത് കൊണ്ട് ഒട്ടുമിക്ക ആൾക്കാരും 1 year വരെയുള്ളതെല്ലാം നോട്ട് ചെയ്ത് കൃത്യമായിട്ട് എത്ര ദിവസം ബ്ലീഡിങ് തുടങ്ങിയ ദിവസം, എത്ര ദിവസം ബ്ലീഡിങ് ഉണ്ട്, എന്നാണ് കുളിച്ച് കയറിയ ഡേറ്റൊക്കെ നമുക്ക് ചോദിക്കും. കുട്ടികൾ ഈ ഒരു ആപ്പ് നോക്കിയൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, കറക്റ്റ് നമുക്കും ഒരു ഫോളോ അപ്പ്, ഒരു ട്രാക്കും നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈ ഒരു 3 to 6 months നിങ്ങൾ എന്തെങ്കിലും വെയിറ്റ് ഗെയിൻ ഉണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സ് നിങ്ങളുടെ ആരോഗ്യത്തെ എത്രത്തോളം ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു സ്വയം ഒരു അവലോകനം നടത്തുക. അതേപോലെ തന്നെ ഇപ്പോൾ അബ്രോഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരിൽ ഇപ്പോൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സൂര്യപ്രകാശം ഒന്നും കൊള്ളാത്തത് കൊണ്ടും അതനുസരിച്ചിട്ടുള്ള ഒരു ഡയറ്ററി ഇൻടേക്ക് ഇല്ലാത്തത് കൊണ്ടും വൈറ്റമിൻ ഡി, സീറം കാൽഷ്യം അതുപോലെയുള്ള മറ്റ് വൈറ്റമിൻസ് വളരെ കുറവായി കാണാറുണ്ട്. ഇതും ഒരു ഫെർട്ടിലിറ്റി ബ്ലഡ് പാനൽസിൽ വരുന്ന കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളാണ്. നിങ്ങളെ ബ്ലഡ് ഗ്രൂപ്പ് അറിയില്ല എന്നുണ്ടെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പുകൾ ചെക്ക് ചെയ്യുക, രണ്ടുപേരുടേത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് പോസിറ്റീവ് ഗ്രൂപ്പ്സ് ആയതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് കൺസീവിന് വരുമോ, അല്ലെങ്കിൽ അവരുടെ നെക്സ്റ്റ് ആദ്യത്തെ കൺസീവ് കഴിഞ്ഞ് സെക്കൻഡ് പ്രഗ്നൻസിക്ക് നമുക്ക് അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള കൗൺസിലിങ്ങിന് തയ്യാറാക്കേണ്ടി വരുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ബ്ലഡ് ഗ്രൂപ്പ്സ് നിർബന്ധമായി രണ്ടുപേരും നോക്കുക. അതേപോലെ നോർമൽ ബ്ലഡ് പാനൽസ്, തൈറോയിഡ് ആയിക്കോട്ടെ, നിങ്ങളുടെ HB ലെവൽസ് ആയിക്കോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈറ്റമിൻ D3, സീറം കാൽഷ്യം, ഇതുപോലെയുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തു വെച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഹയർ ബ്ലഡ് പാനൽസൊക്കെ ഡോക്ടറുമായി കണ്ട് നിങ്ങളുടെ കാര്യം പറഞ്ഞതിന് ശേഷം, ഡോക്ടറുടെ ഒരു അവലോകനത്തിന് ശേഷം മതി മറ്റ് ഹയർ ക്ലാസ്സസ് ആയിട്ടുള്ള ബ്ലഡ് പാനൽസുകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഫീമെയിൽസിനാണെങ്കിലും നമ്മൾ പീരീഡ്സിൻ്റെ ബ്ലഡ് ഫ്ലോസും പീരീഡ്സിൻ്റെ സൈക്കിളും ഒന്ന് ട്രാക്ക് ചെയ്ത് വെക്കുക. മെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് പാർട്ട്ണറുമായിട്ട് കൂടെ നിൽക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടോ, ഇറക്ഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ, ഒരു സെമൻ അനാലിസിസ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിചാരിക്കും നമ്മളെല്ലാവരും ഭയങ്കര ആരോഗ്യമായിട്ടുള്ള ആൾക്കാരാണ്, വേറെ അസുഖങ്ങളൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും. പക്ഷെ ഒരു കുഞ്ഞിനെ നമ്മൾ സ്വീകരിക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി കോഷ്യസ് ആയിട്ട്, മെയിൽസ് ആയിക്കോട്ടെ ഫീമെയിൽസ് ആയിക്കോട്ടെ, ഒന്നും കൂടി പ്രിക്കോസീവായിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ഔട്ട്കംസ് ഉണ്ടാകും. നമ്മൾ ഒരു അൺനെസസറി മിസ്കാരേജിലൂടെ ഒന്നും കടന്നു പോകേണ്ടതായിട്ട് വരില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ സെമൻ അനാലിസിസ് ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റി, ക്വാണ്ടിറ്റി, മോട്ടിലിറ്റി, ഇതൊക്കെ കുറച്ച് നേരത്തെ നമുക്ക് അറിയാൻ പറ്റും. നമുക്കൊരു 3 months ടൈമിൽ തന്നെ ചെറിയ ഇഷ്യൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ മാനേജ്മെൻറ്റ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമേ അല്ല. ഈ 2 കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്.